150 വർഷം പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. വല്ലാതെ പേടിപ്പെടുത്തുന്ന രൂപമുള്ളൊരു കാട്ടുപോത്ത്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണി കണ്ട വഴി കൂടെയൊക്കെ മെല്ലെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കേട്ടോ രാവിലെ. വാൽപ്പാറയിലേക്ക് സന്ധ്യ വായുമ്പോഴത്തേക്കും അറിയാലോ വാൽപ്പാറയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ വാൽപ്പാറയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ സമയത്ത് ഇറങ്ങണം. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഈ റൂട്ടിൽ നിന്ന് ആനയെ കിട്ടുന്നത്. വാൽപ്പാറയിൽ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമാണ്. ഉണ്ട് മുകളിൽ റൈറ്റ് സൈഡിലെ ചെരുവിൽ കാട്ടുപോത്ത് നിൽക്കുന്നത്. നമുക്ക് എന്നാ രസമാണ്. സിരിക്കുന്തര റൂട്ടിലുള്ള തേയിലത്തോട്ടമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒബ്സർവേഷനാണ്. രാവിലെ മഞ്ഞിനകത്തൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ വേണ്ടിയിട്ട് എന്നാ രസമെന്ന് നോക്കി. 150 വർഷം പഴക്കമുള്ള ഈ ബംഗ്ലാവിനകത്തെ ഓരോ മുറികൾക്കും നമുക്കറിയത്തില്ലാത്ത ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. താഴെ ആനക്കൂട്ടം നിൽക്കുന്നത് തേയിലത്തോട്ടത്തിനകത്ത്. വാൽപ്പാറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ ഓൾഡ് വാൽപ്പാറ റൊട്ടിക്കട ഏരിയ വഴിയൊക്കെ കറങ്ങാൻ വരാറുണ്ട്. പോകുന്ന വഴിയിൽ റോഡിൽ തന്നെ ഒരു കൂട്ടം കാട്ടുവഴികൾ. പുറമേന്ന് കാണുന്ന പോലെയല്ല കേട്ടോ, അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ലുക്കാണ്. ഭയങ്കര വലുതാണ്. ഇവിടെ സാധാരണ കാണാറുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വാൽപ്പാറയിൽ എപ്പോഴും വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗിയാട്ടോ ഈ സ്ഥലം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വാൽപ്പാറയിലാണ് കേട്ടോ. വാൽപ്പാറയിൽ ഫാമിലി ആയിട്ട്. അപ്പോൾ വാൽപ്പാറയിലുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് കേട്ടോ. അവിടെ താമസിച്ചിട്ട് അവിടെ വാൽപ്പാറ മുഴുവൻ കറങ്ങുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തേത്. പോരുന്ന വഴിയിൽ ഏഴാറ്റുമുഖം വഴി കയറിയപ്പോഴത്തേക്കും കണ്ടതാ കേട്ടോ ഈ കൊമ്പനെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആതിരപ്പള്ളി വാഴച്ചാല് വഴി മലക്കപ്പാറ എത്തി. മലക്കപ്പാറയിൽ നിന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പണ്ടൊരു വാൽപ്പാറയിലേക്ക് പോകാൻ പുതിയ റൂട്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മുഡീസ് എസ്റ്റേറ്റ് വഴി. നമ്മൾ ആ റൂട്ട് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ആ റൂട്ടിൽ വാൽപ്പാറ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു 3-4 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ് ഉള്ളത്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉള്ളത്. നോക്കി നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ ചുറ്റുവട്ടത്തു നിന്നുള്ള ഒരു കാഴ്ചകളാണ്. ഇതുകൊണ്ടോ ഒരു തേയിലത്തോട്ടമാണ് നമ്മുടെ ഷോളയാർ എസ്റ്റേറ്റ്. അതിൻ്റെ നടുക്കാണ് ഇതിരിക്കുന്നത്. ഇതുകൊണ്ടോ ചുറ്റും അടിപൊളി തേയിലത്തോട്ടങ്ങൾ. ഇതോ ഈ ഭാഗത്തായിട്ട് സ്റ്റേ. ഒരു ചെറിയ മലയുടെ മുകളിലാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. ഞാനിവിടെ ഒരു പയ്യനോട് ചോദിച്ചു. അപ്പോൾ ആനയൊക്കെ വരാറുള്ളതാണ്. അങ്ങനെ എപ്പോഴും വരാറില്ല, എന്നാലും ആന ഇറങ്ങാറുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ശക്തമായിട്ടുള്ള ഫെൻസിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതിൽ കയറി വരുന്നിടത്ത് ഇതോ ഒരു യമണ്ടൻ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഈ മലയുടെ ടോപ്പിൽ ചുറ്റും തേയിലത്തോട്ടങ്ങളുടെ നടുവിലിരിക്കുന്ന സ്റ്റേ ഉണ്ടോ, ഹാരിസ് ഹോളിഡേ ഇൻ, അങ്ങനെയാണോ അതിൻ്റെ പേര്. പഴയ ഒരു ബംഗ്ലാവ് ഒരു സ്റ്റേ ആക്കി മാറ്റിയേക്കുന്നതാണ്. ബംഗ്ലാവിൻ്റെ ഭംഗിയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എനിക്ക് കരിങ്കല്ലൊക്കെ ആട്ടോ പണിതേക്കണേ. ഇതിൻ്റെ ഉള്ളൊക്കെ കാണാം. ഒറ്റ സമയത്ത് കേട്ടോ നമ്മൾ ഒന്ന് ചെക്കിൻ ചെയ്തോളൂ. ഇതിൻ്റെ ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളാട്ടോ. ഇതിനകത്തൂടെയൊക്കെ കാട്ടുപോത്തുകളും ചിലപ്പോഴും ആനയൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം വന്നാൽ കാണിച്ചു തരാം. സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ. മെഷീൻ ഗൺ കൊണ്ട് അടിക്കുന്ന സൗണ്ട് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഭംഗി. പുറമേന്ന് കാണുന്ന പോലെയല്ല കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ലുക്കാണ്. ഭയങ്കര സെറ്റപ്പായിട്ട് നമ്മുടെ KTDC ലേക്ക് പാലസ് ഒക്കെ ഇല്ല തേക്കടില്ല, ആ ഒരു സെറ്റപ്പിൽ പണിതേക്കുന്ന കേട്ടോ. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ പഴമയുടെ തനിമയൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയ ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഹാളെന്നൊക്കെ പറയാം. ഉണ്ടോ പഴയൊരു കൊട്ടാരം തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാലസ് മോഡലിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പാലസാണിത്. ഇതുണ്ടോ ഇവിടുന്ന് ഇതിന് ചുറ്റുമായിട്ട് 5 റൂമാണ് മൊത്തം ഉള്ളത്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 5 പേരുള്ളത് കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ റൂം തന്നെയാണ് എടുത്തേക്കുന്നത്. നോക്ക്, പഴയ ടൈപ്പ് കണ്ണാടി. പിന്നെ വളരെ വിശാലമായിട്ടുള്ള റൂം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റിൻ്റെയൊക്കെയാണ് ഒരു 3-4 റൂമിൻ്റെ വലുപ്പമുള്ള റൂമാണ്. നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല നീളത്തിലൊരു ബാൽക്കണിന്നോ വരാന്താന്നൊക്കെ പറയാവുന്ന പോലെ ഉണ്ടോ. നേരെ അവിടെ കാടും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ഓക്കെ, ബാക്കി ഇത് അവിടെയൊക്കെ ഉള്ള 2-3 റൂമുകളും ഇതേ ബാൽക്കണിയിലോട്ടാണ് അവിടെ ഓപ്പൺ ആക്കുന്നത്. ഇത് റൈറ്റിൽ കാണുന്ന വേറെ റൂമാണ്, അതിനപ്പുറത്ത് വേറെ റൂമുണ്ട്. ഒറ്റ ബാൽക്കണിയാണ് എല്ലാത്തിനും കൂടെ. ആ കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. ശരിക്കും ചുറ്റും ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അനിമൽസ് ഉള്ള സ്ഥലമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇലക്ട്രിക് ഫെൻസിങ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന് ചുറ്റുമുണ്ട്. കയറി വന്നപ്പോഴൊക്കെ കണ്ടില്ലായിരുന്നു.
അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടതിനെക്കാട്ടിലും കിടിലൻ ഒരു സ്റ്റേ ആട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിന് നടുക്ക് അതൊരു നല്ല ഹെറിറ്റേജ് സ്റ്റൈലുള്ള ഒരു കിടുക്കൻ ബംഗ്ലാവ് തന്നെയാണ്. ഈ ഒരു ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിൽ നിറയെ പക്ഷികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വെറുതെ നടന്നപ്പോൾ കണ്ടതാണ് ചെമ്പരുന്ത് അഥവാ കൃഷ്ണപ്പരുന്ത്, നമ്മുടെ ബ്രാഹ്മണി കൈറ്റ്. സംഭവം ഇഷ്ടംപോലെ കാണാറുള്ളതാണ്, ഈവൻ നാട്ടിലും കാണാറുള്ളതാണെങ്കിലും എനിക്ക് അടുത്ത് കാണുമ്പോൾ നല്ല രസമില്ലേ. ഇത് വന്നൊരു സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ വാൽപ്പാറയ്ക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാവേ. ഇവിടുന്ന് അധികം ദൂരമില്ല ടൗണിൽ നിന്ന്. ഇതേ നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെറിയ ചായയും സ്നാക്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൗണ്ട് കറങ്ങി വരാൻ വേണ്ടി പോവാണേ വാൽപ്പാറയിൽ. വാൽപ്പാറയിലേക്ക് സന്ധ്യ വായുമ്പോഴത്തേക്കും അറിയാലോ വാൽപ്പാറയുടെ ഒരു പ്രത്യേകത. ഇഷ്ടംപോലെ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്, പോയി നോക്കാം അപ്പോൾ എല്ലാം കിട്ടുമെന്ന്. മെല്ലെ വെയിലാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടോ തേയിലത്തോട്ടത്തിനകത്തൂടെ വെട്ടം വീണ് കിടക്കുന്നത് നല്ല രസമില്ലേ കാണാൻ. വാൽപ്പാറയിൽ ഒരുപാട് അടിപൊളി തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. നമ്മളതുകൊണ്ട് തന്നെ നേരെ പോകുന്നത് സിരിക്കുന്തിര റൂട്ടിലോട്ടാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് വാൽപ്പാറയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുള്ളത്. നമുക്ക് എന്നാ രസമാണ്. സിരിക്കുന്തിര റൂട്ടിലുള്ള തേയിലത്തോട്ടമാണേ. അതുകൊണ്ട് ഈ സൈഡിലെ തേയിലയുടെ കളർ കണ്ടോ, ഇവിടെ തളിരിലുണ്ട്, അപ്പുറത്തൊക്കെ വെട്ടി നിർത്തിയൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ കളർ വ്യത്യാസമാണേ. വാൽപ്പാറയിൽ കിടിലൻ തേയിലത്തോട്ടങ്ങളുണ്ടോ ഇഷ്ടം പോലെ. സൂപ്പറാണോ കുഞ്ഞമ്പുഴ തേയിലത്തോട്ടം? തേയിലത്തോട്ടം സൂപ്പറാണോ? നമ്മൾ സിരിക്കുന്തിരയിൽ പോയിട്ട് തേയിലത്തോട്ടമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നതായിട്ട് ഇറങ്ങി നോക്കിയതാണേ. ഉണ്ടോ താഴെ ആനക്കൂട്ടം നിൽക്കുന്നത് തേയിലത്തോട്ടത്തിനകത്ത്. സിരിക്കുന്തിര റൂട്ടിൽ വാൽപ്പാറയിൽ നിന്ന് വരുമ്പോഴത്തേക്കും വാൽപ്പാറ ടൗൺ വിട്ട പാട തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഈ റൂട്ടിൽ നിന്ന് ആനയെ കിട്ടുന്നത്. വാൽപ്പാറയിൽ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമാണ്. അതുകൊണ്ട് ആനയെ കിട്ടിയ സ്ഥലം കണ്ടോ, കറക്റ്റ് ആ മലയുടെ ചെരുവിൽ നിഴലടിക്കുന്ന സ്ഥലത്തായിട്ടോ ആന നിൽക്കുന്നത്. എനിക്ക് തേയിലത്തോട്ടത്തിനകത്ത് സിരിക്കുന്തിര റൂട്ടിൽ ഇവിടെ മുഴുവൻ വണ്ടിയും ബഹളവും ആയിട്ടുണ്ട് കേട്ടോ. റോഡാണ്, വലിയ തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഇവിടുത്തെ ആൾക്കാർക്കും ഇതൊരു പുതുമയാന്ന് തോന്നുന്നു. കാരണം സിരിക്കുന്തിര റൂട്ടിൽ ആന ഉണ്ടെങ്കിലും അങ്ങനെ നിത്യസംഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്, ഇവിടെയുള്ള വീട്ടുകാരൊക്കെ നിൽപ്പുണ്ട്. ഏതായാലും ആനയെ കിട്ടിയ സ്ഥലം നല്ല അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വൈകുന്നേരത്തെ ലൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. തേയിലത്തോട്ടത്തിൽ ലൈറ്റ് വെച്ച് കിടക്കണം. അതിൽ ആ ഫ്രണ്ടില് നിഴലുള്ള സ്ഥലം കണ്ടില്ലേ, അവിടെയാണ് കറക്റ്റ് ആന നിൽക്കുന്നത്. 4 കാണാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെയും കാണും. അത്ര ക്ലിയർ അല്ല കേട്ടോ, ചെറിയൊരു ലൈറ്റ് കോടയുണ്ട്. കൂടാതെ തന്നെ കറക്റ്റ് വെട്ടമില്ലാത്ത സ്ഥലത്താണ്. ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് 4 കാണാം. ലെഫ്റ്റ് സൈഡ് കോർണറിൽ ഒരെണ്ണം, റൈറ്റ് കോർണറിൽ വേറെ ഒരെണ്ണം, നടുക്ക് 2. അങ്ങനെയാണ് കേട്ടോ 4 ആന. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഈ റൂട്ടിൽ കിട്ടിയ ആനക്കൂട്ടത്തെയൊക്കെ ആവോളം കണ്ടിട്ട് നമ്മൾ നേരെ വിട്ടു പോവുകയാണേ. കാരണം ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോകും. നമ്മൾ ശരിക്കും പോകാൻ ഇറങ്ങിയേക്കുന്നത് റൊട്ടിക്കട റൂട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ഓൾഡ് വാൽപ്പാറ വഴി. ഇത് നമ്മൾ ഓൾഡ് വാൽപ്പാറ റൂട്ടിൽ ഇങ്ങനെ വരുമ്പോഴേ ഇതുകൊണ്ടോ ആ മലയുടെ മുകളിൽ അവിടെ മ്ലാവ് നിൽക്കുന്നുണ്ടോ. മ്ലാവ് ഒരു കുഞ്ഞുണ്ടേ, കുഞ്ഞിനെ ഞാൻ ശരിക്കും കണ്ടില്ല, മ്ലാവിനെ തന്നെ കാണാൻ പാടാണ്. ഉണ്ടോ അതിനിടയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ എന്തോ ഒരു മിന്നല പോലെ കണ്ടിട്ട് നോക്കി അങ്ങനെ നിർത്തിയതാണ്, സംശയം തോന്നിയിട്ട്. അപ്പോൾ ഈ ഏരിയയിൽ മ്ലാവിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മൾ ഓൾഡ് വാൽപ്പാറ വഴി റോട്ടിക്കടയിലോട്ട് പോകുന്ന ആ റോഡിലൂടെ പോരുമ്പോഴത്തേക്കും ചിലപ്പം വളരെ റെയറായിട്ട് ഈ മലയുടെ മുകളിലൊക്കെ ആനയും കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഓൾഡ് വാൽപ്പാറ റോഡിൽ കൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് താഴെ പോത്തുകൾ നിൽക്കുന്നുണ്ടോ, 2 വലിയ പോത്ത് നിൽക്കുന്നുണ്ട്, മെയിലാണ്. അപ്പോൾ സാധാരണ നമ്മൾ വാൽപ്പാറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ ഓൾഡ് വാൽപ്പാറ റൊട്ടിക്കട ഏരിയ വഴിയൊക്കെ കറങ്ങാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ പോത്തുകൾ കിട്ടാറുണ്ട്, കാട്ടുപോത്തുകൾ കേട്ടോ, വൈൽഡ് ഗൗർ, തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അതിനെ കാണിച്ചു തരാം, നോക്കി. വാൽപ്പാറയിൽ പലവട്ടം പോയിട്ട് ഞങ്ങളൊന്നിനെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. അവരോട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് നമ്മൾ പോകുന്ന സമയം, ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈം. പിന്നെ വേറൊരു കാര്യം, 2-3 ഏരിയാസാണ് ഇവിടെ പ്രധാനമായിട്ടും ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഓൾഡ് വാൽപ്പാറ റോഡ്, പിന്നെ സിരിക്കുന്തിര റൂട്ട്, അങ്ങനെ കുരങ്ങുമുടി, അങ്ങനെ പല ഏരിയാസ് ഉണ്ട് കേട്ടോ. പിന്നെ ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം ഈ പറഞ്ഞ സമയത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒബ്സർവേഷനാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ തേയിലത്തോട്ടങ്ങളിൽ ഒക്കെ ആനിമൽസ് നിൽക്കുന്നുണ്ടാവാം. അതിപ്പോൾ തേയിലത്തോട്ടങ്ങളിൽ മാത്രമല്ല, കാട്ടിലൊക്കെ കയറിയാൽ പോലും നമുക്ക് നമ്മുടെ ഒബ്സർവേഷനാണ് കേട്ടോ നമ്മുടെ സൈറ്റിംഗ് കിട്ടുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ വാൽപ്പാറയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ സമയത്ത് ഇറങ്ങണം, അതായത് സൺസെറ്റ് സമയത്ത് അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, എന്നാലേ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ.
കണ്ടില്ലേ താഴെ കാട്ടുപോത്തുകൾ നിൽക്കുന്നത്. കുറച്ച് മുന്നെയാണ് നമുക്ക് അപ്പുറത്ത് സിരിക്കുന്തല റോഡിൽ ആനയെ കിട്ടിയത്. അപ്പം ഏകദേശം ഇപ്പം സമയം 5:45 ഇപ്പം നേരത്തെ ഇരുട്ടാവുന്നതുകൊണ്ട് ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇവിടെ വലിയ കൂട്ടമായിട്ട് കാട്ടുപോത്തുകളെ കാണാറുള്ളതാണ്. ഇന്നെല്ലാം കയറിപ്പോയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആനക്കൂട്ടത്തെയൊക്കെ കണ്ടിട്ട് ലേറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ ഒരു ഭീകര ലുക്കാന്ന് നോക്കി. സാധാരണ കാണുന്ന കാട്ടുപോത്തുകളെ പോലെ അല്ല കേട്ടോ, ഇതിനെന്തൊരു വ്യത്യാസമുണ്ട്. വല്ലാതെ പേടിപ്പെടുത്തുന്ന രൂപമുള്ളൊരു കാട്ടുപോത്ത്. നമ്മൾ പുറത്ത് പോയി റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും നേരെ ഇരുട്ടി കേട്ടോ. ശരിക്കും ഇരുട്ടായി. ശരിക്കും 6:30 6:45 ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കാരണം പെട്ടെന്ന് ഇരുട്ടാവും. ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ചുറ്റും പക്ഷികളുടെ സൗണ്ടും ഒക്കെയാണ്. നമ്മളെന്ന് പറയാൻ ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ, വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവരെഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേ ഒരു റൗണ്ട് അടിച്ചു വരാം. ഞാൻ പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന വളർന്നു. ഇവിടുത്തെ ആൾക്കാരെയും ഞാൻ വിളിച്ചെണീപ്പിച്ച കേട്ടോ. കിച്ചണിലുണ്ടായിരുന്നു. ഫെൻസിങ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടപ്പോഴാണ് അറിഞ്ഞത് ഫെൻസിങ് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ രാവിലെ പുറത്തൊരു റൗണ്ട് അടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പാണ്, പുറത്തൊരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പോയല്ലോ ചായയൊക്കെ കിട്ടുമോ നോക്കാം. അതുകൊണ്ട് പോകുന്ന വഴിയിൽ റോഡിൽ തന്നെ ഒരു കൂട്ടം കാട്ടുകോഴികൾ. നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് പോവും. ഇവിടെ നിന്ന് ഇത്തിരി നേരം കണ്ടിട്ട് അങ്ങ് പോവാം. രാവിലെ മഞ്ഞിനകത്തൂടെ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ വേണ്ടിയിട്ട് എന്നാ രസമെന്ന് നോക്കി. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോകണം, വല്ലതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് തണുപ്പ് വയ്ക്കാതെ രാവിലെ എഴുന്നേറ്റ്. ഇപ്പോൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ രാവിലെ എഴുന്നേക്കണം കേട്ടോ. രാവിലെ എണീറ്റ് ഇതുപോലെ കറങ്ങാൻ പോകാം. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡ് സൈഡിൽ തന്നെ താഴെയായിട്ട് കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ. നല്ല തണുപ്പത്താണ്. ഇത്തിരി വെയിലത്തോട്ട് നീങ്ങി നിൽക്കുമായിരുന്നു നമുക്ക് നന്നായിട്ട് കിട്ടിയേനെ. മഞ്ഞും ഉണ്ട് തണുപ്പും ഉണ്ട് കേട്ടോ. അവിടെ നല്ല തണുപ്പുണ്ട്, അതുപോലെ മഞ്ഞും ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷെ എന്നാലും കാണാം. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണി കണ്ട വഴി കൂടെയൊക്കെ മെല്ലെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത കേട്ടോ രാവിലെ. ഏതാ റൂട്ടെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഏതായാലും നമ്മുടെ ഈ ഷോളയാർ എസ്റ്റേറ്റിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ വണ്ടിയോട് തൊട്ടടുത്തിരിക്കുന്നുണ്ടോ ചൂളക്കാക്ക. വിസിലിംഗ് ത്രഷ് എന്നറിയപ്പെടുന്ന ചൂളക്കാക്ക കേട്ടോ ഇത്. ഇതിൻ്റെ സൗണ്ട് നല്ല രസമാണ്, നമ്മൾ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു റൂട്ട് ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും മലക്കപ്പാറ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് റൈറ്റ് കിടക്കുന്ന വഴിയാണ് കേട്ടോ, വുഡീസ് എസ്റ്റേറ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വാൽപ്പാറയിലോട്ട് വന്ന് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വാൽപ്പാറയിലേക്ക് ഒരു പുതിയ റൂട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ റൂട്ടിനെ കുറിച്ച് അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് വാൽപ്പാറയിൽ എപ്പോഴും വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗിയാട്ടോ ഈ സ്ഥലം. കണ്ടില്ലേ, എനിക്ക് ഇതിൻ്റെ പുറകിലായിട്ട് അവിടെ തേയിലത്തോട്ടത്തിനകത്ത് കാട്ടുപോത്തുകൾ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം ഇങ്ങോട്ട് നോക്ക്, എന്നാ രസം നോക്കി. ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് താഴ്ഭാഗത്തൂടെ ഒക്കെ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണ്. രാവിലെ എണീറ്റ് വരണം കേട്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നേ വരണം ഈ കാഴ്ചകളൊക്കെ കിട്ടണമെങ്കിൽ. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെയിലായി പോവും. ഉണ്ടോ മുകളിൽ റൈറ്റ് സൈഡിലെ ചെരുവിൽ കാട്ടുപോത്ത് നിൽക്കുന്നത്. അതിനെ കണ്ടിട്ട് നിർത്തിയതാണ് ഞാൻ. തേയിലത്തോട്ടത്തിൻ്റെ കുറച്ച് ഇടയ്ക്കായി പോയി ശരിക്കും, അതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ റൂട്ട് വഴി വരുമ്പോഴത്തേക്കും വാൽപ്പാറ എത്താനാകുമ്പോഴത്തേക്കും ഇങ്ങേയറ്റത്ത് ഷോളയാർ എസ്റ്റേറ്റ് ഉണ്ട്. അതിന് നടുക്കായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഹാരിസൺസ് ഹോളിഡേ ഇൻ അല്ലെങ്കിൽ ഹോൺബിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞ നമ്മൾ താമസിച്ച സ്റ്റേ ഉള്ളത്.
ഇതുണ്ട് നമ്മൾ ഈ പോകുന്ന വഴി സൈഡിൽ തന്നെയുള്ളൊരു ചെറിയ ലേക്കാണ്. നല്ല രസമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വലിയ മീനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് തെളിഞ്ഞ് കിടക്കുന്ന സമയത്ത്. ഒരു സ്നേക്ക് ബേർഡ് ഇരുന്ന് ചിറകൊക്കെ ഉണക്കുന്നത്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ കാലത്ത് എഴുന്നേറ്റ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് അവരെഴുന്നേൽക്കുമ്പോഴത്തേക്കും ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരെന്നെ തപ്പിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോറേഷനൊക്കെ നിർത്തി നേരെ തിരിച്ചു പോയേക്കാം. നമ്മുടെ ഈ ഹോൺബിൽ ബംഗ്ലാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രമുണ്ട് കേട്ടോ. 150 വർഷം പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് അതാണിത്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ ഈ വാൽപ്പാറയിലോട്ട് അധിനിവേശമൊക്കെ നടത്തിയിട്ട് 1800-കളിലാണ് കേട്ടോ. ഏകദേശം 1800-ലാണ് കാർവർ മാർഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷുകാരൻ ഈ വാൽപ്പാറ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്വാഭാവിക വനങ്ങളൊക്കെ നശിപ്പിച്ച് ഇവിടെ തേയില വെക്കുന്നത് ഏകദേശം ആ ഒരു ടൈമിലാണ് കേട്ടോ. അതായത് 1-ാം ലോകമഹായുദ്ധകാലത്താണ് ഇവിടെ ഈ തേയില തോട്ടങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവുകളൊക്കെ പണിത് കേട്ടോ. ഇവിടെയുള്ള ഒട്ടുമിക്ക ബ്രിട്ടീഷ് ബംഗ്ലാവുകളും അതിൻ്റെ തുടർച്ചയായിട്ട് പണിതാണ്. 150 വർഷം പഴക്കമുള്ള ഈ ബംഗ്ലാവിനകത്തെ ഓരോ മുറികൾക്കും നമുക്കറിയത്തില്ലാത്ത ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ. ഏതായാലും നമുക്ക് അതിലോട്ടൊന്നും പോകാൻ നേരമില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 5 മുറികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ബുക്ക് ചെയ്താലും കുഴപ്പമില്ല. എല്ലാം തമ്മിൽ ചെറിയ സൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ റേറ്റ് വ്യത്യാസമുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഏതാണോ അത് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ചെക്കൗട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണേ. ചെക്കൗട്ട് ചെയ്ത് പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടങ്ങ് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഹോൺബിൽ ബംഗ്ലാവ് അല്ലെങ്കിൽ ഹാരിസ് ഹോളിഡേ ഇൻ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല തണുപ്പും, ഇപ്പോൾ നല്ല ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വട, പൂരി, മുട്ട, അതുപോലെ മിൻറ്റ് ചട്നി, പിന്നെ എന്താണ് സാമ്പാർ, അത് പൂരിയുടെ ബാജി, ചട്നി, പിന്നെ ഇഡ്ഡലി. ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തങ്ങ് പോകാമെന്ന് വിചാരിച്ചേ. 2 ഫാമിലി നമ്മളുടെ കൂടെ ഉണ്ട്. ജോണിച്ചിൻ്റെയും കിരണിൻ്റെ എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും കൂടെ ഇനിയിപ്പം ചെക്കൗട്ട് ചെയ്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ടാണേ. ഇതുകൊണ്ടോ കിടിലൻ സ്ഥലമാണ്. ഒരു ചെറിയ മലയുടെ മുകളിൽ ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ ഇതേ നമ്മുടെ ഫെൻസിങ് ഒക്കെ കിടക്കുന്നു. നമ്മൾ ഇനിയിപ്പം ചെക്കൗട്ട് ചെയ്ത് രാത്രിയിൽ ഇവിടെ അനിമൽസ് വന്നോന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഏതായാലും നല്ല തണുപ്പൊക്കെ കാരണം പുറത്തിറങ്ങിയില്ല, കിടന്നുറങ്ങി. ഇതേ അപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇനി പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പറ്റുമെങ്കിൽ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇനി നേരെ പോകുന്ന വഴിയിലെ കാഴ്ചകളിലേക്കാണ്. നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ ആ വഴി ഇങ്ങോട്ട് വന്ന് അതേ റൂട്ട് വഴി കാട് വഴിയാണല്ലോ ഇറങ്ങി പോകുന്നത്. അതിലൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ റിസോർട്ടിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് വരുന്ന വഴിയായതുകൊണ്ട് തന്നെ ഏകദേശം നട്ടുച്ച സമയത്താട്ടോ ഇവിടെ എത്തിയേക്കുന്നത്. ഈ റൂട്ടിലാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലോ അല്ലെ രാവിലെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്ന ഒരു റൂട്ടാട്ടോ. കൂടുതലായിട്ടും കാട്ടുപോത്തുകളെ തന്നെയാണ് ഈ റൂട്ടിൽ കാണുന്നത്. വൈൽഡ് കൗസ് കേട്ടോ, കാട്ടുപോത്തെന്ന് പറയുമ്പോൾ. നോക്കി പോകുന്ന വഴിയിൽ നല്ല കിടിലൻ സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണേ. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. നോക്കി നമ്മൾ വരുന്ന വഴിയിൽ നട്ടുച്ചയ്ക്ക് ഈ താഴെ തേയിലത്തോട്ടത്തിനകത്ത് കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ നടുക്ക്. നല്ല യമടൻ്റെ ഒരു സാധനം കേട്ടോ, ഭയങ്കര വലുതാണ്. ഇവിടെ സാധാരണ കാണാറുള്ളതാണ്. നമ്മൾ മുഡീസ് എസ്റ്റേറ്റ് വഴി, മുഡീസ് ആ ഒരു റൂട്ട് വഴിയാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഈ റൂട്ടിനെ കുറിച്ച് തന്നെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം വഴിയൊക്കെ ഭയങ്കര ഇടുങ്ങിയതാണ്. അതുകൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമൊന്നും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നിർത്തലൊന്നും പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞു സ്ഥലം കിട്ടിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി ഇറങ്ങിയത്. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് റൈറ്റ് അവരോട് പറഞ്ഞിട്ട് കയറി പോരാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ റൂട്ടിൽ വരവ് പാടാണ്. ഇതേ അവിടെ നിന്ന് ഈസി ആയിട്ട് അത് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും വെയിലത്ത് ആനിമൽസിനൊന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല ഈ റൂട്ടിൽ. ഏതായാലും നല്ല വെയിലാണ്, നമുക്ക് തന്നെ പുറത്തിറങ്ങി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരെ പോയേക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഹോൺബിൽ ബംഗ്ലാവ് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ റൂമിന് ഏകദേശം റേറ്റ് വരുന്നത് 7000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂമുകളുണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച റൂമിന് 8000 പ്ലസ് ടാക്സ് എല്ലാം കൂടി ചേർന്ന് ഒരു 10,000 ആയി. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡഡ്. ബാക്കി ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എസ്റ്റേറ്റ് സ്റ്റേകളും ബംഗ്ലാവുകളും അതുപോലെ ഫോറസ്റ്റ് സ്റ്റേകളും ട്രക്കിങ്ങും സഫാരിയൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഉള്ളത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിന് എന്നാ പറയണ്ട, ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ പാക്കേജൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്, അതായത് വെബ്സൈറ്റിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.